വടകരയിലെ കാരവൻ മരണത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതിനാലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കരിമലപ്പാലത്ത് റോഡരികിൽ നിർത്തിയിട്ട കാരവനിലാണ് കഴിഞ്ഞ ദിവസം 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കാരവനിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവം, അതിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അത് ഇത്തരത്തിലുള്ള വായു ശ്വസിച്ചതുകൊണ്ടാണ്, അതായത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണമെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കൂടുതൽ വിവരങ്ങൾ. റിപ്പോർട്ട് അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ പാർട്ടിയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ മരണ കാരണത്തിന് പിന്നിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് കൊണ്ടാണ് മരണ കാരണം സംഭവിച്ചതെന്നത് പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ജനറേറ്റർ, ഈ കാരവനിലെ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു. ഇതിൽ നിന്നാണോ ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ഇവരുടെ ശരീരത്തിൽ എത്തിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളത്. ഈ വാഹനത്തിൽ എങ്ങനെയാണ് ഈ മോണോക്സൈഡ് എത്തിയത്? ജനറേറ്റർ വാഹനത്തിൽ പ്രവർത്തിപ്പിച്ചിരുന്നു, അതുമൂലമാണോ ഉണ്ടായത്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിച്ച് ഇതിൽ ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ വണ്ടിയിൽ കൂടുതൽ വാഹന പരിശോധന നടത്തുമെന്നൊരു വിവരമാണ് നിലവിൽ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. വിനോദ്, അതെ, കാരവനിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. 2 യുവാക്കളാണ് അത്തരത്തിൽ ഇവിടെ വടകരയിൽ മരിച്ചത്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നു. അത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണം എന്നുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.